കൂട്ടുകാരെ, ഇതൊന്ന് അറിഞ്ഞിരുന്നോളൂ. ഹായ്, ഇന്നത്തെ എന്റെ വീഡിയോയില് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ പോകുന്നത് നമ്മുടെ നെല്ലിക്കയെ കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് കേട്ടോ. നമ്മള് നെല്ലിക്കയൊക്കെ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നവര് ആരും തന്നെ കാണില്ല. നമുക്ക് എല്ലാവർക്കും നെല്ലിക്ക വളരെ ഇഷ്ടമാണ് അല്ലേ. നമ്മൾ അച്ചാറിടും, നമ്മള് ചുമ്മാതെ ഉപ്പൊക്കെ കൂട്ടി കഴിക്കും, പിന്നെ ഉപ്പിലിടും. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള പരിപാടികൾ ഇതൊക്കെയാണ് അല്ലെ. അപ്പം നമുക്ക് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും അറിഞ്ഞിരിക്കണ്ടേ. നമ്മൾ മിക്കവാറും നെല്ലിക്കയുടെ ഗുണങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. എന്താന്ന് ചോദിച്ചാൽ നെല്ലിക്കയില് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, ഇരുമ്പിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന അല്ലെ. അപ്പൊ അതിന്റെ ദോഷങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ദോഷങ്ങളൊക്കെ നെല്ലിക്കായിലുണ്ട്, അതൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. നെല്ലിക്കായില് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്ക് കേട്ടോ. അപ്പം ഞാനിടുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കമന്റ്, ഷെയർ ഒക്കെ ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരൂ എന്റെ കൂടെ. അപ്പൊ നമുക്ക് നെല്ലിക്കയുടെ ദോഷങ്ങൾ ഞാൻ പറയാം കേട്ടോ. നെല്ലിക്ക നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അസിഡിറ്റി ഉണ്ടാകും. പിന്നെ നമുക്ക് എന്താണ്, മലബന്ധം ഉണ്ടാകും. പിന്നെ നമ്മുടെ കരളില് നമ്മുടെ രക്തസ്രാവം ഉണ്ടാകാൻ ഇടയുണ്ട് കേട്ടോ. ഇതുമൂലം നമുക്ക് എന്ത് പറ്റും? ജലദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അലർജികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കൂടുതലായിട്ടും ആരാണിത് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വൃക്ക രോഗങ്ങള്, പ്രമേഹ രോഗികളായിട്ടുള്ളവരൊക്കെ ഈ നെല്ലിക്കായുടെ ഉപയോഗം അമിതമാകാൻ പാടില്ല കേട്ടോ. അവരെ ഇത് കൂടുതൽ നിർജ്ജലീകരണത്തിന് കാരണമാകും. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ തീർത്ത് കുറച്ചു കളയുമ്പോൾ പിന്നെ നമ്മള് മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്കത് ആ മെഡിസിൻ നമുക്കൊരു പ്രയോജനമില്ലാത്ത രീതിയിലായി പോകും. അപ്പൊ നമ്മൾ ഷുഗർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ മെഡിസിൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉപയോഗം അമിതമാക്കി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ പഞ്ചസാരയുടെ അളവൊക്കെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ആ മെഡിസിനും കൂടെ എടുത്തു കഴിയുമ്പം തീർത്തും കുറഞ്ഞ് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രമേഹ രോഗികളോ വൃക്ക രോഗികളൊക്കെ അധികമായിട്ട് നെല്ലിക്ക ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ആ സമയത്ത് നമ്മുടെ പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദം കൂടി വരും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നെല്ലിക്ക ഇങ്ങനെയുള്ള രോഗികളൊന്നും അമിതമായിട്ട് ഉപയോഗിക്കില്ല. ഒരു ചെറിയ ദോഷങ്ങളും നമ്മുടെ നെല്ലിക്കായിൽ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നെല്ലിക്കായുടെ ദോഷങ്ങൾ, അത് അമിതമായിട്ട് ഉപയോഗിച്ചാലുള്ള ദോഷങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിതമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നെല്ലിക്കായിൽ ആദ്യം ഞാൻ പറഞ്ഞു, നെല്ലിക്കായിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളാണ് ഈ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത്. അത് അമിതമായി കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മിതമായ രീതിയിൽ നമുക്കൊരു ദിവസം 2 or 3 നെല്ലിക്ക കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ജ്യൂസ് അടിച്ചാ കുടിക്കുന്നെങ്കിൽ നമുക്കൊരു 20-30 മില്ലി ജ്യൂസ് നമുക്ക് കുടിക്കാവുന്നതാണ്. നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന്, നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഒക്കെ ഗുണകരമായ ഒരു സാധനമാണ് നമ്മുടെ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ നെല്ലിക്ക. നമ്മുടെ ദഹന വ്യവസ്ഥയെ ഒക്കെ ഒന്ന് ലെവലാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഈ നെല്ലിക്ക നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. കൂടാതെ ഇതില് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ആ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഇത് നിയന്ത്രിക്കും. അധികമായാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഷുഗർ പേഷ്യന്റ് അങ്ങനെയുള്ളവരൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത്
അധികം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന കാര്യം മാത്രമാണ് കേട്ടോ. അധികം ഉപയോഗിച്ചാലുള്ള ദോഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെല്ലിക്ക കരളിനും വൃക്കകൾക്കും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. കൂടാതെ എന്താണ്, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നെല്ലിക്ക നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവും നന്നായിട്ട് ഇത് നിയന്ത്രിക്കും കേട്ടോ. കാർബോഹൈഡ്രേറ്റിന്റെ ആഗിരണം മന്ദഗതിയിലാക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും. നമ്മുടെ ഈ നെല്ലിക്ക ചെയ്യുന്ന ഗുണങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും വേണ്ട ഒരു വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അത് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൂട്ടാനും വാർദ്ധക്യ ലക്ഷണങ്ങളെ ഒക്കെ പ്രതിരോധിക്കാനൊക്കെ ഈ നെല്ലിക്ക നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഇത് വളരെയേറെ പ്രയോജനം ചെയ്യും. കേട്ടിട്ടില്ലേ, നമ്മൾ നെല്ലിക്കയൊക്കെ ഇട്ട് ഞങ്ങൾ എണ്ണ കാച്ചിയാണ് തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രായമായ അമ്മച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ട്, നെല്ലിക്കയിട്ട് എണ്ണ കാച്ചി തേച്ചാൽ മുടി വളരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പൊ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഈ നെല്ലിക്ക നന്നായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇതില് വൈറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണുകൾക്ക് നല്ല ഉപകാരപ്രദമായ ഒരു വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ. അപ്പം ഈ നെല്ലിക്കായില് ഈ വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് ഒരു പ്രയോജനമുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നെല്ലിക്കായില് കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ നെല്ലിക്ക കല്ലുകള് ഉണ്ടാക്കാനുള്ള സാധ്യത, നമ്മുടെ വൃക്കയിലൊക്കെ കല്ലുകളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ നെല്ലിക്ക വളരെയേറെ സഹായിക്കുന്നുണ്ട് നമ്മളെ കേട്ടോ. അപ്പം ഈ ഒരു കാര്യങ്ങൾ, ഈ നെല്ലിക്കയെ കുറിച്ചുള്ള ഗുണങ്ങളും ഈ ദോഷങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളോട് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്ന് ചെയ്തത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും നെല്ലിക്ക തിന്നണം എന്നറിയാം, പക്ഷെ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കാറില്ല. അപ്പൊ അധികമായിട്ട് ഉപയോഗിക്കുന്നവര് കാണും, കുറച്ച് മിതമായിട്ട് ഉപയോഗിക്കുന്നവരും ഒക്കെ കാണും. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.